ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ കാസ്റ്റ് റെസ്റ്റോറേഷൻസിൻ്റെ പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 2 ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ തന്നെ. ഇതിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മാസ്റ്റർ ഡൈ, വാക്സ് പാറ്റേൺ പ്രിപ്പറേഷൻ, സ്പ്രൂയിങ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവസാനമായിട്ട് കാസ്റ്റിംഗ് ഡിഫക്ട്സിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഭാഗവും കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാസ്റ്റ് റെസ്റ്റോറേഷൻസിൻ്റെ പാർട്ട് 2 കവർ ചെയ്യുന്നത്. ഇതിൻ്റെ റെഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഫറൻസ് തന്നെയാണ് ഫിലിപ്സും അതുപോലെ തന്നെ ക്രേഗിൻ്റെ 13th എഡിഷൻ റെസ്ട്രേറ്റീവ് ഡെൻറ്റൽ മെറ്റീരിയൽസ് എന്നുള്ള ക്രേഗിൻ്റെ സെക്ഷനുമാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അറിയണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലാണ്. അതിൽ പ്രൈമർലി ഒരു അലോട്രോപ്പ് ഓഫ് സിലിക്ക ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബോണ്ടിങ് ഏജൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബോണ്ടിങ് സബ്സ്റ്റൻസ് നമ്മൾ ചിലപ്പോൾ ജിപ്സം യൂസ് ചെയ്യും. ജിപ്സം മെയിനായിട്ട് വേണ്ടി വരുന്നത് ലോവർ കാസ്റ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ആവശ്യമുള്ള ഘട്ടങ്ങളിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഫോസ്ഫേറ്റ്സും സിലിക്കയും യൂസ് ചെയ്യും. അവിടെ ഹയർ കാസ്റ്റിംഗ് ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്രേഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് ഇതൊരു സെറാമിക് മെറ്റീരിയലാണ്. അത് സൂട്ടബിൾ ഫോർ ഫോമിങ് എ മോൾഡ്, ഒരു മോൾഡായിട്ട് മാറാൻ സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇൻ ടു വിച്ച് ദ മോൾട്ടൺ മെറ്റീരിയൽ ഓർ അലോയ് ഈസ് കാസ്റ്റ്. അതിലേക്കാണ് നമ്മൾ ഈ മോൾട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ അലോയ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലും ഓക്കെ, അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ജനറലി നമ്മൾ പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആയിട്ടാണ് പറയുന്നത് ഓഫ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, 3 ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ചർ ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കണക്കാക്കിയിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. റിഫ്രാക്ടറി മെറ്റീരിയലാണ് മെയിൻ ഘടകം, സെക്കൻഡ് വൺ ബൈൻഡർ, തേർഡ് വൺ മോഡിഫയർ. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന മോഡിഫയേഴ്സ്. നമ്മൾ സിലിക്കയാണ് അല്ലെങ്കിൽ സിലിക്കോൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിഫ്രാക്ടറി മെറ്റീരിയൽ. ഓക്കെ, റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം സിലിക്കയാണ് ഓർമ്മ വരേണ്ടത്. അത് റെഗുലേറ്റ് ചെയ്യുന്നത് തെർമൽ എക്സ്പാൻഷനെയാണ്. ഓക്കെ, ഇതിന് 4 അലോട്രോപ്പിക് ഫോംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സിലിക്കയുടെ 4 അലോട്രോപ്പിക് ഫോംസ്: ക്വാർട്സ്, ട്രൈഡമൈറ്റ്, ക്രിസ്റ്റോബലൈറ്റ്, ഫ്യൂസ്ഡ് ക്വാർട്സ്. ഈ 4 അതിൻ്റെ അലോട്രോപ്പിക് ഫോംസ് ഓഫ് സിലിക്ക എന്ന് പറയുന്നത്. ക്വാർട്സും ക്രിസ്റ്റോബലൈറ്റും ആണ് എക്സ്റ്റെൻസീവ്ലി ഡെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ക്വാർട്സും ക്രിസ്റ്റോബലൈറ്റും. അപ്പോൾ റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ക്വാർട്സ് ആണ്, ട്രൈഡമൈറ്റ്, ക്രിസ്റ്റോബലൈറ്റ്, ഫ്യൂസ്ഡ് ക്വാർട്സ്, ഇങ്ങനെയുള്ള 4 അലോട്രോപ്പിക് ഫോംസിൽ അവൈലബിൾ ആയിട്ടുള്ള സിലിക്കയാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, സിലിക്കോൺ ഡയോക്സൈഡ്. ഈച്ച് ഫോം ഓഫ് സിലിക്ക എന്ന് പറയുന്നത് 2 ഫേസിലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 ഫേസ്, ആൽഫ ഫേസും ബീറ്റ ഫേസും. ആൽഫ ഫേസ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ഫേസ് ആയിട്ടും ബീറ്റ ഫേസിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഫേസ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഹീറ്റ് ചെയ്യുമ്പം ചേഞ്ച് ബിറ്റ്വീൻ ദ 2 ഫേസ്, ഓക്കെ, അത് റാപ്പിഡ് ആവുകയും അത് റെഡിലി തന്നെ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് കൂൾ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ചേഞ്ചിനെ നമ്മൾ ഹൈ ലോ ഇൻവേർഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൈ ലോ ഇൻവേർഷൻ. ബൈൻഡർ മെറ്റീരിയലിൻ്റെ ഫംഗ്ഷൻസ് മെയിനായിട്ട് പറയുന്നത് ബൈൻഡേഴ്സ് ആണല്ലോ. അത് അപ്പം ജിപ്സം അതിന് വേണ്ടിയിട്ട് ലോ ടെമ്പറേച്ചർ കാസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫേറ്റും ഈഥൈൽ സിലിക്കേറ്റും ഹൈ ടെമ്പറേച്ചർ കാസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബൈൻഡർ മെറ്റീരിയൽസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ മോഡിഫയേഴ്സ് ഉണ്ട്. കെമിക്കൽ മോഡിഫയേഴ്സ് എന്ന് പറയുമ്പം മെയിനായിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ്, ബോറിക് ആസിഡ്, ഗ്രാഫൈറ്റ്, കോപ്പർ പൗഡർ അങ്ങനെയുള്ളവയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, ഗ്രാഫൈറ്റ്, കോപ്പർ പൗഡർ അവ ഒരു സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബോറിക് ആസിഡും സോഡിയം ക്ലോറൈഡും സെറ്റിംഗ് എക്സ്പാൻഷൻ റെഗുലേറ്റ് ചെയ്യുകയും സെറ്റിംഗ് ടൈമിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. സെറ്റിംഗ് എക്സ്പാൻഷനും ടൈമും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ഷ്രിങ്കേജ് ഓഫ് ദ ജിപ്സം വെൻ ഹീറ്റഡ് അബവ് 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ, 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് അബവ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലുണ്ടാകുന്ന ഷ്രിങ്കേജും കോമ്പൻസേറ്റ് ചെയ്യുന്നത് ബോറിക് ആസിഡും സോഡിയം ക്ലോറൈഡുമാണ്. കോപ്പർ പൗഡറും ഗ്രാഫൈറ്റും റെഡ്യൂസിങ് ഏജൻറ്റായിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ കാസ്റ്റിംഗ് ഇൻലേസ് ആൻഡ് ഓൺലേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻലേസും ക്രൗൺസും. അതിൻ്റെ മോഡ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷനാണ്. ടൈപ്പ് 2 കാസ്റ്റിംഗ് ഇൻലേസ്, ഓൺലേസ്, ക്രൗൺസ്. അത് മോഡ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ഫോർ പാർഷ്യൽ ഡെൻച്ചർ വിത്ത് ഗോൾഡ് അലോയ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് തെർമൽ എക്സ്പാൻഷൻ വഴിയും രണ്ടാമത്തേത് ഹൈഗ്രോസ്കോപ്പിക് എക്സ്പാൻഷൻ വഴിയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ദേ ആർ യൂസ് ഫോർ കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സ് മെയിൻലി വിത്ത് സ്റ്റാൻഡ് അപ്പ് ടു ടെമ്പറേച്ചർ ഓഫ് 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത്. അതിന് അതുവരെയുള്ള ടെമ്പറേച്ചർ മാത്രമേ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിന് 2 ടൈപ്സ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 ഇൻലേസും ക്രൗൺസും അതർ ഫിക്സ്ഡ് റെസ്ട്രേഷൻസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ പാർഷ്യൽ ടെൻച്ചേഴ്സിനും കാസ്റ്റ് അതർ റിമൂവബിൾ റെസ്ട്രേഷൻസിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
മെയിൻ യൂസ് ഓഫ് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ടെമ്പറേച്ചർ തന്നെയാണ്. ഓക്കെ, അതായത് ഇത് ഹീറ്റ് ചെയ്യുന്നത് കാസ്റ്റിംഗ് ടെമ്പറേച്ചർ ഇൻ എക്സസ് അബൌട്ട് 1200 to 1300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്സിലായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ടെമ്പറേച്ചർ ബെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ജിപ്സം ബോണ്ടഡും ഉണ്ട്, ഫോസ്ഫേറ്റ് ബോണ്ടഡും ഉണ്ട്. മൂന്നാമത്തെ ടൈപ്പാണ് ഈഥൈൽ സിലിക്കേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതിൽ പ്രിൻസിപ്പലി കാസ്റ്റിംഗ് ഓഫ് RPD വിത്ത് ബേസ് മെറ്റൽ അലോയ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്രേസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സോൾഡറിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതിന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ബ്രേസിംഗ് പാർട്സ് ഓഫ് റെസ്റ്റോറേഷൻ സച്ച് ആസ് ഗ്ലാസ് ബോണ്ട് RPD അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. 2 ടൈപ്സ് ആയിട്ടാണ് അക്കോർഡിംഗ് ടു ADS സ്പെസിഫിക്കേഷൻ 93 പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജിപ്സം ബോണ്ടഡ് ഡെൻറ്റൽ ബ്രേസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും ടൈപ്പ് 2 എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ബോണ്ടഡ് ബ്രേസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈഥൈൽ സിലിക്കേറ്റും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജിപ്സമിന് മാത്രമാണ് ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ബെയർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇനി അടുത്ത് സെറ്റിംഗ് എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റിംഗ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 3 ടൈപ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ 3 ടൈപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നോർമൽ സെറ്റിംഗ് എക്സ്പാൻഷൻ, ഹൈഗ്രോസ്കോപ്പിക് സെറ്റിംഗ് എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ. നോർമൽ എന്ന് പറയുമ്പോൾ നോർമൽ ആയിരിക്കുമല്ലോ. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഗ്രോ എന്ന് പറയുമ്പോൾ വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ പ്രസൻസിൽ എങ്ങനെയാണ് സെറ്റിംഗ് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്? തെർമൽ എന്ന് പറയുമ്പോൾ ചൂടിൻ്റെ കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് പർപ്പസ് എന്ന് പറയുന്നത് ടു എൻലാർജ് ദ മോൾഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ കാസ്റ്റിംഗ് ഷ്രിങ്കേജ് ഓഫ് ദ ഗോൾഡ് അലോയ്. ഇത് എന്തിനാണ് എക്സ്പാൻഷൻ, എന്തിനാണ് എക്സ്പാൻഷൻ വേണ്ടി വരുന്നത്? അത് നമ്മളെ മോൾഡ്, അതിൽ മോൾഡാണല്ലോ ഈ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള കാസ്റ്റിംഗ് മെറ്റീരിയലിൻ്റെ ഷ്രിങ്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മോൾഡിന് കുറച്ചുകൂടി എൻലാർജ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് എക്സ്പാൻഷൻ ഈ മെറ്റീരിയൽസിന് വേണം എന്ന് പറയുന്നത്. ഇനി ഹൈഗ്രോസ്കോപ്പിക് സെറ്റിംഗ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പം ഒക്കേഴ്സ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാർഡൻസ് വൈൽ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽ അത് ഹാർഡൻ ചെയ്യുന്ന സമയത്താണ് ഹൈഗ്രോസ്കോപ്പിക് സെറ്റിംഗ് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്. വൺ ഓഫ് ദ മെത്തേഡ്സ് ഫോർ എക്സ്പാൻഡിങ് ദ കാസ്റ്റിംഗ് മോൾഡ് ടു കോമ്പൻസേറ്റ് ഫോർ കാസ്റ്റിംഗ് ഷ്രിങ്കേജ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്ന കാസ്റ്റിംഗ് ഷ്രിങ്കേജിന് കോമ്പൻസേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ്. അതുകൂടാതെ ഹൈഗ്രോസ്കോപ്പിക് സെറ്റിംഗ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മേ ബി 6 or more times ഗ്രേറ്റർ ദാൻ ദ നോർമൽ സെറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഡെൻറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം നോർമൽ എക്സ്പാൻഷനേക്കാളും 6 times മോർ, അല്ലെങ്കിൽ 6 timesനേക്കാളും കൂടുതൽ ഗ്രേറ്റർ ആണെന്നാണ് പറയപ്പെടുന്നത്. വാട്ടർ ഈ 2 റിഫ്രാക്റ്ററി പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കയറി ചെന്നിട്ട് അവിടെ കാപ്പിലറി ആക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ആക്ഷൻ കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. അങ്ങനെ അത് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുകയും എക്സ്പാൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ തത്വം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വാട്ടറിലാണ് ബിഫോർ ദ ഇനീഷ്യൽ സെറ്റ് ഇസ് കംപ്ലീറ്റ്. ADS സ്പെസിഫിക്കേഷൻ നമ്പർ 2 അനുസരിച്ചിട്ട് ടൈപ്പ് 2 ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് റിക്വയർ ചെയ്യുന്നത് മിനിമം സെറ്റിംഗ് എക്സ്പാൻഷൻ ഇൻ വാട്ടർ ഓഫ് 1.2 ആൻഡ് മാക്സിമം ഓഫ് 2.2 ആണ്. ഓക്കെ, അപ്പോൾ ADS സ്പെസിഫിക്കേഷൻ നമ്പർ 2 അനുസരിച്ചിട്ട് ടൈപ്പ് 2 ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ സെറ്റിംഗ് എക്സ്പാൻഷൻ ഇൻ വാട്ടർ, ഓക്കെ, അത് മിനിമം 1.2 മാക്സിമം 2.2% ആണ്. അടുത്ത കാറ്റഗറിയാണ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദ ജിപ്സം ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് സിലിക്ക പ്രസൻറ്റ് ആൻഡ് ദ ടൈപ്പ് ഓഫ് സിലിക്ക എംപ്ലോയ്ഡ് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ തെർമൽ എക്സ്പാൻഷനെ ബേസ് ചെയ്യുന്നത് മെയിനായിട്ട് സിലിക്കയാണ്. സിലിക്കയുടെ പ്രസൻസും ആ ടൈപ്പ് ഓഫ് സിലിക്ക വിച്ച് ഇസ് ദെയർ. ഓക്കെ, എമൗണ്ട് ഓഫ് സിലിക്കയും ടൈപ്പ് ഓഫ് സിലിക്കയാണ് മെയിനായിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. എമൗണ്ട് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അലോട്രോപിക് ഫോംസ് ഓഫ് സിലിക്കനെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻലി പറയുക. ഫോർ എക്സാമ്പിൾ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ക്രിസ്റ്റോബലൈറ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്വാർട്സ് അറ്റ് മോസ്റ്റ് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, ക്വാർട്സിൻ്റെ തെർമൽ എക്സ്പാൻഷനേക്കാളും ഏറ്റവും കൂടുതൽ ക്രിസ്റ്റോബലൈറ്റിൻ്റെ തെർമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ അലോട്രോപിക് ഫോംസിനനുസരിച്ചിട്ട് ഈ തെർമൽ എക്സ്പാൻഷൻ ചേഞ്ച് ചെയ്യും. ഇതിൻ്റെയൊക്കെ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു പോയിൻ്റേ ഉള്ളൂ. അതായത് ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് 700 ഡിഗ്രി സെൻറ്റിഗ്രേഡിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ബെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവിടെ ഷ്രിങ്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ ഡീകമ്പോസിഷൻ ഉണ്ടാകുമ്പം അത് ഷ്രിങ്കേജ് മാത്രമല്ല കണ്ടാമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കാസ്റ്റിങ്ങിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു വിത്ത് ദ സൾഫൈഡ്സ് ഓഫ് ദ നോൺ നോബിൾ അലോയിങ് എലമെൻറ്റ്സ്. സോ ജിപ്സം ബോണ്ടഡ് ഷുഡ് നെവർ ബി ഹീറ്റഡ് മോർ ദാൻ 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇൻവെസ്റ്റ്മെൻറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു വേറൊരു വേർഡാണ് ഡൈവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഡൈവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസ്. ഡൈവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡൈസ്റ്റോണും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോമ്പിനേഷൻ വിത്ത് ഡൈസ്റ്റോണാണ് ഡൈവെസ്റ്റ്മെൻറ്റ്. ഈ ഇതെല്ലാം മിക്സ്ഡ് വിത്ത് കൊളോയ്ഡൽ സിലിക്ക ലിക്വിഡ് ആയിരിക്കും. ഡൈ ഈസ് മെയ്ഡ് ഫ്രം ദിസ് മിക്സ് ആൻഡ് ദ വാക്സ് പാറ്റേൺ ഈസ് ദെൻ കൺസ്ട്രക്റ്റഡ് ഓൺ ഇറ്റ്. ഓക്കെ, അങ്ങനെ ഡൈ ഉണ്ടാക്കുകയും അതിൻ്റെ മേലെ വാക്സ് പാറ്റേൺ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഹോൾ കോംപ്ലക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻ എ മിക്സ്ചർ ഓഫ് ഡൈവെസ്റ്റ്മെൻറ്റ് ആൻഡ് വാട്ടർ. ഓക്കെ, അങ്ങനെയാണ് നമ്മളതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ കോമ്പിനേഷൻ യൂസ് ടു കോമ്പൻസേറ്റ് ഡിസ്റ്റോർഷൻ ഓഫ് ദ വാക്സ് പാറ്റേൺ ഓഫ് ലോങ് സ്പാൻ ബ്രിഡ്ജസ് ഓർ RPD ഫ്രെയിംവർക്ക് ഡ്യൂറിങ് ദ റിമൂവൽ ഫ്രം ദ ഡൈ. ഓക്കെ, അപ്പോൾ ഡൈയിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് നമ്മൾ
നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസും നമ്മളിതിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡൈ സ്റ്റോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പിനേഷനാണ്. എന്താണ് ഒരു ഡൈ? ഡൈ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റെപ്ലിക്കയാണ്. ഓക്കെ, അതായത് റീപ്രൊഡക്ഷൻ ഓഫ് ദ ഫോം ഓഫ് ദ പ്രിപ്പയർഡ് ടൂത്ത്. നമ്മൾ പ്രിപ്പയർഡ് ടൂത്ത് ഉണ്ടല്ലോ, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് റെപ്ലിക്ക ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഡൈ എന്ന് പറയുക. പ്രിപ്പറേഷൻ ഓഫ് മാസ്റ്റർ കാസ്റ്റിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്തിരിക്കുന്ന ഡൈ മെറ്റീരിയൽസ് ആണ്. അതായത് ഡൈ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈപ്പ് 4 ഡെൻറ്റൽ സ്റ്റോൺ ആണ് വിത്ത് സെറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് 0.1%. അത് IDA സ്പെസിഫിക്കേഷൻ നമ്പർ 24-25 ടൈപ്പ് 4 ഡെൻറ്റൽ സ്റ്റോണും അതുപോലെ തന്നെ ടൈപ്പ് 5 ഡെൻറ്റൽ സ്റ്റോൺ. ടൈപ്പ് 5 എന്ന് വെച്ചാൽ വിത്ത് സെറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് 0.3%. ഹെൻസ് യൂസ് ഫോർ ബേസ് മെറ്റൽ അലോയ്സ്. അപ്പോൾ ബേസ് മെറ്റൽ അലോയ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് 5ഉം അല്ലാതെ യൂസ് ചെയ്യുന്ന ടൈപ്പ് 4ഉം ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ. ഡൈ സ്പേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീഫ് സ്പേസ് ഫോർ ദ സിമെൻറ്റ് ഉണ്ടാക്കുന്നതാണ് ഈ ഡൈ സ്പേസർ. ഓക്കെ, കോമൺലി യൂസ് സ്പേസേഴ്സ് ആർ റെസിൻസ് ആണ് കോമൺലി യൂസ് ചെയ്തിട്ടുള്ള റെസിൻസ് ആണ് കോമൺലി സ്പേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഉള്ളത് മോഡൽ പെയിൻറ്റ്, നെയിൽ പോളിഷ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ഡിസോൾവ്ഡ് ഇൻ വോളറ്റൈൽ സോൾവെൻറ്റ്സ്. ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് സെവറൽ കോട്ട്സ് ആയിട്ടാണ് വിത്തിൻ 0.5 mm ഓഫ് ദ പ്രിപ്പറേഷൻ. ഓക്കെ, പ്രിപ്പറേഷൻ ഫിനിഷ് ലൈനിൻ്റെ അകത്ത് 0.5 mm തിക്നെസ്സിലാണ് കുറേ കോട്ട്സ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് ഒരു റിലീഫ് ഫോർ ദ സിമെൻറ്റ് ഉണ്ടാക്കുകയും കംപ്ലീറ്റ് സീറ്റിംഗ് ഓഫ് ദ കാസ്റ്റിങ്ങിനെ എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വാക്സ് പാറ്റേൺ ഫാബ്രിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം നമ്മൾ വാക്സ് പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ബ്ലൂ കളർ വാക്സ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മേക്ക് ദ വാക്സ് പാറ്റേൺ വിച്ച് വിൽ ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ലോസ്റ്റ് ടൂത്ത് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോസ്റ്റ് ചെയ്തിട്ടുള്ള ടൂത്ത് സ്ട്രക്ചർ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് വാക്സ് പാറ്റേൺ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ഡയറക്റ്റ് ടെക്നിക്ക് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടെക്നിക്ക് ആവാം. ഉണ്ടാക്കുന്നത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ടെക്നിക്സിലാവാം. ഡയറക്റ്റ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് ഓൺ ദ ടൂത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ടൂത്തിന് മേലെ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ടെക്നിക്ക്. ഇൻഡയറക്റ്റ് പറയുമ്പോൾ നമ്മൾ ഡൈയുടെ മേലെയാണ് ചെയ്യുന്നത്. അത് ഔട്ട്സൈഡ് ദ ഓറൽ കാവിറ്റി നമ്മൾ ഡൈ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു IDA സ്പെസിഫിക്കേഷൻ നമ്പർ 4 ടൈപ്പ് 1ഉം ടൈപ്പ് 2 ആയിട്ടും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ മീഡിയം വാക്സ് ആണ്, ഡയറക്റ്റ് ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം വാക്സുകൾ. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ സോഫ്റ്റർ ആയിട്ടുള്ള വാക്സ് ആണ് ഇൻഡയറക്റ്റ് ടെക്നിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം IDA സ്പെസിഫിക്കേഷൻ നമ്പർ 4 അനുസരിച്ചിട്ട് സോഫ്റ്റും മീഡിയം ആണ്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ സ്പ്രൂയിങ് എന്നുള്ളൊരു പ്രോസസ്സിന് അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പ്രൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രൂ സിസ്റ്റമാണ്. ഓക്കെ, അത് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ചാനൽസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ ദ സെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ത്രൂ വിച്ച് അതിലൂടെയാണ് ഈ മോൾട്ടൺ അലോയ് ഫ്ലോ ചെയ്തിട്ട് പാറ്റേൺ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ പാറ്റേണിലേക്ക് എത്തുകയും അവിടെ അത് ബേൺ ഔട്ട് പ്രോസസ്സ് കഴിഞ്ഞ് പോകുന്ന ആ വാക്സ് പാറ്റേൺ പോകുന്ന ഒരു സ്പേസ് ഉണ്ടാകുന്നുണ്ടല്ലോ, ആ സ്പേസിലൂടെ എന്താ പറയുക നമ്മുടെ ഈ കാസ്റ്റിംഗ് മെറ്റീരിയൽ അതിലൂടെയാണ് നമ്മൾ കാസ്റ്റിംഗ് മെറ്റൽ അലോയ് അതായത് മോൾട്ടൺ ആയിട്ടുള്ള മെറ്റൽ അല്ലെങ്കിൽ ഒഴുക്കി വിടുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാനലിനെയാണ് നമ്മൾ സ്പ്രൂയിങ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ 1 സർഫസ് ഇൻലേ, MOD ഇൻലേ, വൈ സ്പ്രൂ ഓഫ് MOD ഇൻലേ. നിങ്ങൾക്ക് ആ സ്പ്രൂ ഭാഗത്തെ അവിടെ പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്പ്രൂ. ഓക്കെ, അതായത് ചാനൽ അതിന് പോകുന്ന ആ ഒരു സ്ഥലം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രൂസ് അവൈലബിൾ ആയിട്ടുണ്ട്. വാക്സ് സ്പ്രൂ ഉണ്ട്, പ്ലാസ്റ്റിക് സ്പ്രൂ ഉണ്ട്, അതുപോലെ തന്നെ മെറ്റൽ സ്പ്രൂസും അവൈലബിൾ ആണ്. ഓക്കെ, വാക്സ് സ്പ്രൂ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കാസ്റ്റിങ്സിനും പ്രിഫർ ചെയ്യുന്നത് വാക്സ് സ്പ്രൂ തന്നെയാണ്. അത് നമ്മുടെ സെയിം ടൈമായിട്ട് മെൽറ്റ് ചെയ്യുകയും പാറ്റേൺ അതിൽ നിന്ന് പുറത്ത് വരികയും അതുപോലെ തന്നെ ഈസി എസ്കേപ്പ് ഓഫ് ദ മോൾട്ടൺ വാക്സ് ഉണ്ടാവുകയും അതൊരു നല്ല ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സ് സ്പ്രൂസ് ആണ് ഏറ്റവും കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലാസ്റ്റിക് സ്പ്രൂസ് നമ്മൾ FPDs ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സോഫൺ അറ്റ് ഹയർ ടെമ്പറേച്ചർ ദെൻ ദ വാക്സ് പാറ്റേൺ അതായത് നമ്മൾ ഈ വാക്സ് പാറ്റേണിനേക്കാളും ഹയർ ടെമ്പറേച്ചറിലാണ് ഈ പ്ലാസ്റ്റിക് ഉരുകുള്ളൂ. അപ്പം വാക്സ് ആദ്യം തന്നെ പോവുകയും ഇത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുകയും അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് സ്പ്രൂസ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാറില്ല. മെറ്റൽ സ്പ്രൂ ഉണ്ട്. മെറ്റൽ സ്പ്രൂ എന്ന് പറയുന്നത് ഷുഡ് ബി മെയ്ഡ് ഓഫ് നോൺ റസ്റ്റിംഗ് മെറ്റൽ ആയിരിക്കണം. അത് ടു അവോയ്ഡ് പോസിബിൾ കണ്ടാമിനേഷൻ ഓഫ് ദ വാക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സ്പ്രൂസ് ആണ്: വാക്സ്, പ്ലാസ്റ്റിക്, മെറ്റൽ. നമ്മുടെ ഫ്ലോ ഓഫ് ദ മോൾട്ടൺ മെറ്റൽ ഉണ്ടല്ലോ, അതായത് മോൾട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മെറ്റൽ, ആ മെറ്റൽ ഫ്ലോ ചെയ്യുന്നത് ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ആണ് ഫ്രം ദ ക്രൂസിബിൾ ടു ദ പാറ്റേൺ ഏരിയ എന്ന് പറയും. ഓക്കെ, അങ്ങനെ അതിന് ആവശ്യമായിട്ടുള്ള ടൈം വെരി ലെസ് എഫേർട്ടുമാണ് ആവശ്യമായിട്ടുള്ളത്. സ്ട്രെയിറ്റ് സ്പ്രൂ ഫോമറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾ എപ്പോഴും ലൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അറ്റാച്ച് ചെയ്യുന്നത് ടു ദ തിക്കസ്റ്റ് പാർട്ട് ഓഫ് ദ വാക്സ് പാറ്റേൺ. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ടു ദ തിക്കസ്റ്റ് പാർട്ട് ഓഫ് ദ വാക്സ് പാറ്റേൺ. അത് ഒരു എൻഡിൽ, അടുത്ത എൻഡിൽ ക്രൂസിബിൾ ഫോമർ അറ്റ് ദ അതർ എൻഡാണ്. അതുകൂടാതെ നമ്മൾ സ്പ്രൂ ഫോമർ എപ്പോഴും മോഡിഫൈ ചെയ്തിരിക്കുന്നത് ഒരു ബോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റൗണ്ട് റിസർവർ വെച്ചിട്ടാണ്. ഓക്കെ, ബിറ്റ്വീൻ ദ പാറ്റേൺ ആൻഡ് ദ ബട്ടൺ. ഇനി ഡയറക്റ്റ് സ്പ്രൂയിങ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോർ സിംഗിൾ യൂണിറ്റ്സ് ആൻഡ് സ്മോൾ മൾട്ടി യൂണിറ്റ് പാറ്റേൺസ്. അങ്ങനെയുള്ളതിലാണ് ഡയറക്റ്റ് സ്പ്രൂയിങ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ്
ചെയ്യുന്നത്. അതുകൂടാതെ ബേസിക് ആയിട്ടുള്ളൊരു വീക്ക്നെസ് എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റ് സ്പ്രൂയിങ്ങിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫോർ സക്ക് ബാക്ക് പൊറോസിറ്റിയാണ്. അത് എവിടെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ജംഗ്ഷൻ ഓഫ് റെസ്റ്റോറേഷൻ ആൻഡ് ദ സ്പ്രൂ ആയിരിക്കും. നമുക്കതിൽ കണക്ടർ അല്ലെങ്കിൽ ബാർ, ഓക്കെ, കണക്ടർ ബാർ അല്ലെങ്കിൽ റണ്ണർ ബാർ എന്ന് പറയുന്നത് 6 to 8 ഗേജ് ആയിട്ടുള്ള റൗണ്ട് വാക്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വാക്സ് പാറ്റേൺ സ്പ്രൂ ഫോമേഴ്സാണ് ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് 2 ലാർജർ ഇങ്കോട്ട് സ്പ്രൂ ഫോമേഴ്സാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ക്രൂസിബിൾ ഫോമർ എന്താണെന്ന് നോക്കണം. ക്രൂസിബിൾ ഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് അതിൻ്റെ ബേസ് ഭാഗമാണ് ക്രൂസിബിൾ ഫോമർ. ഈ റൈറ്റ് സൈഡ് പിക്ചറിൽ കണ്ടില്ലേ, ഏറ്റവും താഴെ കാണുന്ന ഭാഗമാണ് ക്രൂസിബിൾ ഫോമർ. അതായത് ലെഫ്റ്റ് സൈഡ് പിക്ചേഴ്സിൽ ആ ബ്ലാക്ക് ആയിട്ടുള്ള റിങ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു റൗണ്ടിഷ് ഏരിയ, അതാണ് സ്പ്രൂ ഫോമറിൻ്റെ ക്രൂസിബിൾ. ഓക്കെ, സ്പ്രൂ എന്ന് പറയുന്ന സാധനം ഈ ക്രൂസിബിൾ ഫോമറിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അത് ബേസ് ഓഫ് ദ കാസ്റ്റിംഗ് റിലേഷനായിട്ടാണ് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അത് കാസ്റ്റിംഗ് റിങ്ങിനെ എല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവ ഒരു കോണിക്കൽ ഡിപ്രഷനായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണുന്നത്. അവ എന്താ ചെയ്യുന്നത്, ഈ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതിനെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു കോണിക്കൽ ഡിപ്രഷനായിട്ട് അതിലെ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതിനെ ഗൈഡ് ചെയ്തിട്ട് ശരിക്കും ആ ഒരു എന്താ പറയുക അതിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ക്രൂസിബിൾ ഫോമർ. ഇനി ഇതുപോലെ തന്നെ സ്പ്രൂവിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്പ്രൂ ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് സ്പീഡാണ്. എന്തിനാണ്, ആ മോൾട്ടൺ മെറ്റൽ എൻ്റർ ചെയ്യുന്നതിനും അതിൻ്റെ മോൾഡിനെ ഫില്ല് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പ്രൂ ഡയമീറ്റർ എപ്പോഴും സെയിം സൈസ് ആസ് എ തിക്കസ്റ്റ് ഏരിയ ഓഫ് ദ വാക്സ് പാറ്റേൺ പോലെ ആയിരിക്കണം. ഓക്കെ, സോ ദ തിക്കസ്റ്റ് ഏരിയ ഓഫ് ദ വാക്സ് പാറ്റേൺ ആണ് നമ്മുടെ കൺസിഡറേഷൻ. ഈ പിക്ചറിൽ കണ്ടില്ലേ നിങ്ങൾ സ്പ്രൂ ഫോമർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ അവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഓക്കെ, അതിൻ്റെ മെഷർമെൻറ്റ്സ് ആ റിങ്ങുമായിട്ടുള്ളൊരു 6 mm ഗ്യാപ്പും അപ്പുറത്തൊരു 3 mm ഗ്യാപ്പും, ഓക്കെ, അതൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഡയമീറ്റേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഷർമെൻറ്റ്സും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, ആ സ്പ്രൂ ഫോമറിൻ്റെ ആംഗുലേഷൻ കണ്ടോ, അത് വെച്ചിരിക്കുന്ന ആംഗുലേഷൻ അത് 45 ഡിഗ്രിയിലാണ് നമ്മുടെ വാക്സ് പാറ്റേൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതും കൂടി ഓർമ്മിക്കണം. ഇനി സ്പ്രൂയുടെ പൊസിഷൻ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സ്പ്രൂ പൊസിഷൻ എപ്പോഴും നമ്മൾ സ്പ്രൂ അറ്റാച്ച് ചെയ്തിരിക്കേണ്ടത് വാക്സ് ഷുഡ് ബി ലൂട്ടഡ് ടു ദ തിക്കസ്റ്റ് പാർട്ട് ഓഫ് ദ പാറ്റേൺ. ആ പാറ്റേണിൻ്റെ ഏറ്റവും തിക്കസ്റ്റ് പാർട്ടിലാണ്. ഈ പിക്ചറിൽ കണ്ടോ, കറക്റ്റ് സ്പ്രൂയിങ് എന്ന് പറയുന്നത് ഏറ്റവും തിക്കസ്റ്റ് പാർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടാണ്. സ്മോളസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ തിന്നസ്റ്റ് പാർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടാണ്, അത് ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ തിക്കസ്റ്റ് പാർട്ട് ഓഫ് ദ പാറ്റേണിലേക്കാണ് നമ്മുടെ ഇതിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലാർജർ വോളിയൂംസ് ആയിട്ടുള്ള തിക്കസ്റ്റ് ഏരിയാസ് ടു റീജിയൻസ് ഓഫ് ദ ലെസർ വോളിയൂം ഓഫ് ദ തിന്നർ സെക്ഷൻസ്, അങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് സ്പ്രൂ ഫോമേഴ്സിനെ. സ്പ്രൂവിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡയറക്റ്റഡ് അവേ ഫ്രം എനി തിൻ ഓർ ഡെലിക്കേറ്റ് പാർട്സ് ഓഫ് ദ പാറ്റേൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഡെലിക്കേസി അല്ലെങ്കിൽ തിന്നായിട്ടുള്ള പാർട്സിനൊക്കെ ഓവർ അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ സ്പ്രൂ അറ്റാച്ച് ചെയ്യേണ്ടത്. അത് അറ്റാച്ച്ഡ് ചെയ്തിരിക്കേണ്ടത് ഒരിക്കലും നമ്മൾ 90 ഡിഗ്രിയിൽ അറ്റാച്ച് ചെയ്യാൻ പാടില്ല. അതായത് ബ്രോഡ് ഫ്ലാറ്റ് സർഫസിലേക്ക് 90 ഡിഗ്രി അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആംഗുലേഷൻ ഓഫ് ദ 45 ഡിഗ്രിയാണ് സാറ്റിസ്ഫാക്ടറി കാസ്റ്റിങ്സ് നമുക്ക് ലഭ്യമാക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ആംഗുലേഷൻ 45 ഡിഗ്രിയിലായിരിക്കണം. ഇൻകറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്ന 90 ഡിഗ്രി ആംഗുലേഷൻ പാടില്ല. ഫസ്റ്റ് പിക്ചറിലുള്ള ലെഫ്റ്റ് സൈഡ് പിക്ചറായിട്ടുള്ള കറക്റ്റ് ആംഗുലേഷൻ ഓഫ് 45 ഡിഗ്രിയാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതാണ് സ്പ്രൂവിൻ്റെ ഡയറക്ഷൻ. ഇനി റിസർവോയർ എന്നുള്ളൊരു വാക്കും കൂടി ഓർമ്മിക്കുക. റിസർവോയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്രൂ നെറ്റ്വർക്കിലുള്ള ഒരു ഭാഗമാണ് ഈ റിസർവോയർ. അത് നമ്മുടെ ഈ ലോക്കലൈസ് ശ്രിങ്കേജ് പൊറോസിറ്റി ഒഴിവാക്കാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. ഓക്കെ, നിങ്ങളിവിടെ കണ്ടോ, ഈ സ്പ്രൂവിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ സ്പ്രൂ എൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മുന്നേ ഒരു ഉരുണ്ട സാധനം കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മുടെ മോൾട്ടൺ മെറ്റൽ പോയി തങ്ങി നിൽക്കുക, നമ്മൾ ഒഴിക്കുമ്പോൾ മോൾട്ടൺ മെറ്റൽ അവിടെ ഫില്ലാവുകയും അവിടെ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിക്കാണ് നമ്മുടെ വാക്സ് പാറ്റേണിലേക്ക് ഈ മോൾട്ടൺ മെറ്റൽ പോവുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റിസർവോയർ. പാറ്റേൺ ഷുഡ് ഓൾവേസ് സോളിഡിഫൈ ഫസ്റ്റ് ആൻഡ് റിസർവോയർ അറ്റ് ദ ലാസ്റ്റ്. അതായത് എപ്പോഴും നമ്മുടെ പാറ്റേൺ ആയിരിക്കണം സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റിസർവോയർ ഏറ്റവും അവസാനമായിരിക്കണം സോളിഡിഫൈ ആവേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റിസർവോയറിനെ അവിടെ എന്താ പറയുക, അവിടെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്പ്രൂയുടെ ലെങ്ത് എത്രയായിരിക്കണം? സ്പ്രൂ ലെങ്ത് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ കാസ്റ്റിംഗ് റിങ്ങിനെയും സ്പേഷ്യൽ ലൊക്കേഷൻ ഓഫ് ദ പാറ്റേണിനെയാണ്. അതായത് വിത്തിൻ ദ റിങ് എത്ര ലെങ്ത്തിലാണ് നമ്മളവിടെ സ്പ്രൂ അല്ലെങ്കിൽ കാസ്റ്റിംഗ് റിങ്ങും കാസ്റ്റിംഗ് റിങ് ലൈനറൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഷോർട്ട് സ്പ്രൂസ് കമ്പയർ ചെയ്യുമ്പം ടു ദ റിങ് ലെങ്ത്, ഓക്കെ, അത് പൊറോസിറ്റി ഉണ്ട്, കാസ്റ്റിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദ പാറ്റേൺ, ഓക്കെ, ടോപ്പ് ഓഫ് ദ പാറ്റേണും
ആൻഡ് ഓപ്പൺ എൻഡ് ഓഫ് ദ റിങ്ങും. ഓക്കെ, റിങ്ങും ആ ടോപ്പ് ഓഫ് ദ പാറ്റേൺ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാം പിക്ചറിൽ ആ ഡിസ്റ്റൻസ് ഈ 6 mm ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ അത് 6 mm ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോസ്ഫൈഡ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അത് 3 to 4 mm മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഡിസ്റ്റൻസ് ഏറ്റവും ടോപ്പ് ഓഫ് ദ പാറ്റേണും എൻഡ് ഓഫ് ദ റിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പിക്ചറിൽ ഏറ്റവും മേലെ കാണുന്ന ആ ഒരു ഡിസ്റ്റൻസ് കാസ്റ്റിംഗ് റിങ്ങും അതിൻ്റെ ആ ഒരു എൻഡ് ഓഫ് ദ പാറ്റേണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. റിംഗ് ലൈനേഴ്സ്, വാക്സ് പാറ്റേൺ, സ്പ്രൂ ഫോമർ, ക്രൂസിബിൾ ഫോമർ, ഇതെല്ലാം ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. സ്പ്രൂ കഴിഞ്ഞ അടുത്ത് നമ്മൾ റിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാസ്റ്റിംഗ് റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ നമ്മുടെ വാക്സ് പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ക്രൂസിബിൾ ഫോമർ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്രൂസിബിൾ ഫോമറൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിങ്, അതായത് അതിനെ ചുറ്റും ഒരു റിങ് ആയിട്ട് നമ്മളതിനെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് ഈ കാസ്റ്റിംഗ് റിങ് ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഹൈഗ്രോസ്കോപ്പിക് സെറ്റിംഗ് എക്സ്പാൻഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ റിംഗ് ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിംഗ് മീഡിയാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, റബ്ബർ റിംഗ് യൂസ് ചെയ്യും. തെർമൽ എക്സ്പാൻഷൻ ടെക്നിക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മെറ്റൽ റിംഗ് യൂസ് ചെയ്യും. തെർമൽ ആണെങ്കിൽ മെറ്റൽ റിംഗ്. ഇഞ്ചക്ഷൻ മോൾഡിംഗ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മോൾഡബിൾ സെറാമിക് അല്ലെങ്കിൽ സ്പെഷ്യൽ 2-part ഫ്ലാസ്ക് ഓഫ് സ്റ്റാൻഡേർഡ് സൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 നമ്മൾ സെറ്റിംഗ് എക്സ്പാൻഷന് ബേസ് ചെയ്തിട്ടുള്ള ചോയ്സ് ചെയ്യുന്നത് റിങ്ങിൻ്റെ. കാസ്റ്റിംഗ് റിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ഷേപ്സിലും സൈസസിലും ഡിഫറെൻറ്റ് ടൈപ്സിലും ഒക്കെയാണ്. ഷേപ്സ് എന്ന് പറയുമ്പോൾ റൗണ്ട് ആയിരിക്കാം, ഓവൽ ആയിരിക്കാം. കംപ്ലീറ്റ് റിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്. കംപ്ലീറ്റ് റിങ്സ് എന്ന് പറയുമ്പോൾ റിജിഡ് ആവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവാം. ഓക്കെ, റിജിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റൽ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കോമ്പണൻസ് ഉള്ളത്. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് റബ്ബർ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുമ്പോൾ അത് മെറ്റലോ പ്ലാസ്റ്റിക്കോ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൂടാതെ ഇത് സിലിണ്ട്രിക്കലും കോണിക്കലും ഷേപ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ചോയ്സ് ഓഫ് ദ റിങ്ങും നമ്മുടെ കാസ്റ്റിംഗ് റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാസ്റ്റിംഗ് റിംഗ് ലൈനേഴ്സ് നമ്മൾ എപ്പോഴും മോൾഡ് എക്സ്പാൻഷൻ അലോ ചെയ്യുന്ന രീതിക്കായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് വൺ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റിംഗ് റിങ്ങും റിംഗ് ലൈനറും നിങ്ങൾക്ക് അവിടെ കാണാം. ആ വൈറ്റാണ് റിംഗ് ലൈനറായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവ നമ്മുടെ മോൾഡ് എക്സ്പാൻഷനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റിങ് ഫർണേസിൽ നിന്ന് കാസ്റ്റിംഗ് മെഷീനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം ലോസ് ഓഫ് ഹീറ്റ് ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ തെർമൽ ഇൻസുലേറ്ററായിട്ട് ഇത് ആക്ട് ചെയ്യും വേണം. ഇത് പെർമിറ്റ് ചെയ്യേണ്ടത് ഈസി സെപ്പറേഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോം ഫ്രം ദ റിംഗ് ആഫ്റ്റർ ദ കാസ്റ്റിംഗ് ഈസ് ഓവർ. അത് ഏറ്റവും വേഗത്തിൽ ഈസി സെപ്പറേഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാസ്റ്റിംഗ് റിംഗ് ലൈനേഴ്സിനെ കൊണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. എക്സ്പാൻഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പം അതെപ്പോഴും ഗ്രേറ്റർ ദാൻ ദ അൺറെസ്ട്രിക്റ്റഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആയിരിക്കും ദാൻ ഇൻ ദ റാഡിക്കൽ ഡയറക്ഷൻ. ഓക്കെ, അതെപ്പോഴും കൂടുതലായിരിക്കുന്നത് അൺറെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലായിരിക്കും, അതായത് ഈ എക്സ്പാൻഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ റിംഗ്. ഓക്കെ, അപ്പോൾ ടുവേർഡ്സ് ദ റിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാവുക. അങ്ങനെയാവുമ്പം റിംഗ് ലൈനർ നമ്മൾ എപ്പോഴും 3 mm ഷോർട്ട് ഓൺ ബോത്ത് എൻഡ്സ് ടു പ്രൊഡ്യൂസ് യൂണിഫോം എക്സ്പാൻഷൻ വി ഹാവ് ടു പ്രൊവൈഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 3 mm ഷോർട്ടായിട്ട് കൊടുക്കുന്നത് എല്ലാ എൻഡിലും. മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണലി ആസ്ബസ്റ്റോസ് യൂസ് ചെയ്യും. അത് കാർസിനോജനിക് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാറ്റിയിട്ട് നമ്മൾ അലുമിനിയം സിലിക്കേറ്റും സെറാമിക് ലൈനറും അല്ലെങ്കിൽ സെല്ലുലോസ് പേപ്പർ ലൈനറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് മെയിനായിട്ട് നമ്മൾ കാസ്റ്റിംഗ് റിംഗ് ലൈനേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇനി ലൈനറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യും, അതായത് മോൾഡ് എക്സ്പാൻഷൻ അലോ ചെയ്തുകൊണ്ട് ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യും. ഈസി റിമൂവൽ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ കാസ്റ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ റിംഗ് ഈസ് ക്യാരിഡ് ഫ്രം ദ ഫർണസ് ടു ദ കാസ്റ്റിംഗ് മെഷീൻ. നമ്മൾ ഫർണസിൽ നിന്നും കാസ്റ്റിംഗ് മെഷീനിലേക്ക് അത് എടുത്ത് വെക്കുമ്പം ഹീറ്റ് ലോസ് കുറയ്ക്കുകയും തെർമൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 3 മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ കാസ്റ്റിംഗ് റിംഗ് ലൈനർ. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, ഏറ്റവും നല്ല നമുക്ക് കാസ്റ്റായിട്ടുള്ള ഒരു മെറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ വാക്സ് ബേൺ ഔട്ട് ആയിട്ട് അതിന് പുറത്തേക്ക് ഒഴുകി പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എലിമിനേഷൻ ഓഫ് ദ വാക്സ് പാറ്റേൺ ഫ്രം ദ മോൾഡാണ്. അതായത് സെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഈ എലിമിനേഷൻ ഓഫ് ദ വാക്സ് പാറ്റേൺ നൽകുന്ന ആ ഒരു പ്രൊസീജിയറാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഇത് ഹീറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റിന് തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾ ഫർണസിൽ നമ്മൾ ചെയ്യുമ്പം എല്ലാ വാക്സും, അതായത് അൺടിൽ ഓൾ ദ ട്രേസസ് ഓഫ് ദ വാക്സ് ആർ വേപ്പറൈസ്ഡ്, അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിത് ബേൺ ഔട്ട് എന്ന് കംപ്ലീറ്റ് ബേൺ ഔട്ടാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ടുള്ള വാക്സ് നമുക്ക് ഒഴിവാക്കി കിട്ടുക തന്നെ വേണം. കാരണം അതാണ് നമ്മുടെ ഇംപ്രഷൻ. ആ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ഈ മെറ്റൽ മോൾഡിനകത്തേക്ക് പോർ ചെയ്തിട്ട് ആ മെറ്റലാണ് നമുക്ക് അവിടെ കംപ്ലീറ്റ് സോളിഡിഫിക്കേഷനായിട്ട് നമുക്ക് വേണ്ട രീതിക്കുള്ള നമ്മുടെ ടൂത്ത് അല്ലെങ്കിൽ അതിൻ്റെ ക്രൗണോ എന്താണെങ്കിലും എന്ത് പ്രിപ്പറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ.
ഫർണേസ് നമ്മൾ എപ്പോഴും 200 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് അതുവരെ നമ്മൾ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ആ ടെമ്പറേച്ചർ നമ്മൾ 30 മിനിറ്റ്സിലേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി വാക്സും എലിമിനേറ്റഡ് ആയിട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബേൺ ഔട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ഇനി ഈ ചാപ്റ്ററിൽ അവസാനത്തെ ഒരു നോട്ട് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ഡിഫക്റ്റ് ആണ്. എന്തൊക്കെയാണ് മെയിൻ കാസ്റ്റിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്? 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റോഷൻ, സർഫസ് റഫ്നെസ് ആൻഡ് ഇറഗുലാരിറ്റീസ്, പൊറോസിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് കാസ്റ്റിംഗ്. ഇത് 4 നമ്മുടെ കാസ്റ്റിംഗ് ഡിഫക്ട്സിൻ്റെ കാറ്റഗറൈസേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് പൊറോസിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പൊറോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പൊറോസിറ്റി അഗെയിൻ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോളിഡിഫിക്കേഷൻ ഡിഫക്റ്റ്, ട്രാപ്ഡ് ഗ്യാസസ്, റെസിജ്വൽ എയർ. ഇതൊക്കെ അതിന് റീസൺസ് ആണ് കേട്ടോ. അപ്പോൾ റീസൺ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി സോളിഡിഫിക്കേഷൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് 3 ലോക്കലൈസ് ഷ്രിങ്കേജ് പൊറോസിറ്റി, മൈക്രോ പൊറോസിറ്റി, സക്ക് ബാക്ക് പൊറോസിറ്റി. അപ്പോൾ ഇത് 3 സോളിഡിഫിക്കേഷൻ ഡിഫക്ട്സ്. ഓക്കെ, പ്ലീസ് നോട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഇത് എന്ത് ഡിഫക്റ്റ് ആണ്, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ഡിഫക്റ്റ് ഉണ്ടാവുക എന്നുള്ള രീതിക്കൊക്കെ MCQs ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സോളിഡിഫിക്കേഷൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മളത് സോളിഡിഫൈ ആവുമ്പോൾ ഉണ്ടാവുന്നൊരു, അതായത് മോൾട്ടൺ ആയിട്ടുള്ളൊരു ലിക്വിഡ് പോലത്തെ കൺസിസ്റ്റൻസിയിൽ നിന്ന് സോളിഡിഫൈഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ലോക്കലൈസ്ഡ് ഷ്രിങ്കേജ് പൊറോസിറ്റി, അത് ചില ഭാഗങ്ങളിൽ മാത്രം ലോക്കലായിട്ട് ഷ്രിങ്കേജ് ഉണ്ടാവുക. മൈക്രോ പൊറോസിറ്റി എന്ന് പറയുമ്പോൾ സബ്സർഫസ് ആയിട്ടുള്ള ഉണ്ടാവുന്ന പൊറോസിറ്റീസ്. ഓക്കെ, ഇനി ട്രാപ്ഡ് ഗ്യാസസ് എന്ന് പറയുമ്പം ട്രാപ്പ് ചെയ്തിട്ടുള്ള ഗ്യാസസ്, അതിനകത്ത് കുടുങ്ങിപ്പോയ ഗ്യാസസ് ഉണ്ടാക്കുന്ന പിൻ ഹോൾസ് ആയിട്ടുള്ള പൊറോസിറ്റീസ് ഉണ്ടാക്കും. ഗ്യാസ് ഇൻക്ലൂഷൻ പൊറോസിറ്റീസ് ഉണ്ടാക്കും. അതുപോലെ സബ് സർഫസ് പൊറോസിറ്റി ഉണ്ടാക്കും. റെസിജ്വൽ എയർ എന്ന് വെച്ചാൽ ബാക്കി എവിടെയെങ്കിലും എയർ ബാക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്ക് പ്രഷർ പൊറോസിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്ക് പ്രഷറും സക്ക് ബാക്ക് പൊറോസിറ്റിയും എന്താണെന്ന് മനസ്സിലാക്കുക. അത് രണ്ടും തമ്മിൽ മാറിപ്പോവാതെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാസ്റ്റിംഗ് ഡിഫക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത്. മെയിനായിട്ട് ഡിസ്റ്റോഷൻ, സർഫസ് ഇറഗുലാരിറ്റീസും റഫ്നെസ്സും, പൊറോസിറ്റി, ഇൻകംപ്ലീറ്റ് കാസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കുക തന്നെ വേണം. കാരണം എന്തെങ്കിലും അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ചോദിച്ചു കഴിഞ്ഞാലും വി ഷുഡ് ബി എലിജിബിൾ ടു ആൻസർ ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.